മക്കൾസ്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് പ്രസൻറ്റേഷൻ വഴി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വാട്ട് ഈസ് എ റിസോഴ്സ്? അപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത്? അതെന്താ? എവറിത്തിങ് അവൈലബിൾ ഇൻ അവർ സറൗണ്ടിങ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. അതായത് നമ്മളുടെ ആവശ്യത്തിന്, നമ്മൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും ഏതൊരു കാര്യത്തിനെയും നമ്മൾ എന്ത് പറയുന്നു? റിസോഴ്സ് എന്ന് പറയുന്നു. പക്ഷേ അതിന് 3 കണ്ടീഷൻ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ടെക്നോളജിക്കലി ആക്സസിബിൾ, ടെക്നോളജിക്കലി അത് ആക്സസിബിൾ ആവണം. എക്കണോമിക്കലി ഫീസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായി പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റണം. ആൻഡ് കൾച്ചറലി ആക്സെപ്റ്റബിൾ, നമ്മളെ കൾച്ചറിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോക്കാം. ഒന്നാമത്തത് ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനെ ബേസ് ചെയ്തിട്ട് 2 എണ്ണം, ബയോട്ടിക്, അബയോട്ടിക്. ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനുള്ളത്, ജീവനില്ലാത്തത്. പിന്നെ രണ്ടാമത്തത് എക്സ്ഹോസ്റ്റബിലിറ്റി, അതിനെ ബേസ് ചെയ്തിട്ട് എന്താ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുന്ന, വീണ്ടും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുന്നത്. നോൺ റിന്യൂവബിൾ അത് റിന്യൂ ആക്കാൻ പറ്റാത്തത്. ഇനി മൂന്നാമത്തത് ഓണർഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ, ഇപ്പോൾ നമ്മൾ സെൽഫായി ബിലോങ് ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നാഷണലിന് ബിലോങ് ചെയ്തിട്ടുള്ള റിസോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ബിലോങ് ചെയ്തിട്ട്, അങ്ങനെ 4 ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത്തെ കാര്യമാണ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ് സ്റ്റോക്ക് ആൻഡ് റിസർവ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ റിസോഴ്സസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിനെ ഒരിക്കലും ഒരു ദോഷവും വരുത്താതെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാം ചെയ്യാതെ, അവരെ ഡാമേജ് വരുത്താതെ നമ്മൾക്ക് ഡെവലപ്മെൻറ്റ്, എന്താ പറയുക, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ എന്താണ് മാക്സിമം നമ്മൾ നമ്മുടെ ആവശ്യത്തിനും അത്യാഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്ത്, ഇപ്പോൾ മരങ്ങളായാലും മുറിക്കലും ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാണ്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാതെ എന്താണ് എൻവിറോൺമെൻറ്റ് ഒരു ഡാമേജ് വരുത്താതെ ഡെവലപ്മെൻറ്റ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഡാമേജിങ് ദ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നതാണ് റിയോ ഡി ജനേറോ എർത്ത് സമ്മിറ്റ്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ബ്രസീലിലെ ഒരു പ്ലേസ് ആണ് റിയോ ഡി ജനേറോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് ഈ 100 ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ്, അപ്പോൾ ഈ പല സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് എങ്ങനെ ഇവർക്ക് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അവരവിടെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കുറേ ഡിക്ലറേഷൻ ഓൺ ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചിനെ കുറിച്ച്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റീനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിക്ലറേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയോ ഡി ജനേറോ എർത്ത് സമ്മിറ്റ് 1992 നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സ് പ്ലാനിങ്ങിന് മെയിനായിട്ട് 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം റിസോഴ്സിനെ ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ആൻഡ് ഇൻവെൻറ്റ് റിസോഴ്സസ്. ആദ്യം അവരെ കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ കുറേ കുറേ മെത്തേഡുകൾ, ഇപ്പോൾ സർവേ നടത്തുക, അല്ലെങ്കിൽ മാപ്പിംഗ് നടത്തുക, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ, ഇങ്ങനെ കുറേ വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? റിസോഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻസിനൊക്കെ നമ്മൾ അത് എങ്ങനെ ഡെവലപ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മളത് ഇനീഷ്യേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. അത് പ്ലാൻ ചെയ്യുക, പ്ലാനിങ് ഫോർ ഡെവലപ്മെൻറ്റ്, അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനുകളും നമ്മൾ വെച്ചാൽ ഓവറോൾ ഉള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നാഷണൽ പ്ലാൻ ഉണ്ടല്ലോ അതിനോട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്സ് ഓഫ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ലാൻഡ് റിസോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 43% എന്താണ്? പ്ലെയിൻസ് ആണ്. പിന്നെ 30% എന്താണ്? മൗണ്ടെയിൻസ് ആണ്. പിന്നെ ബാക്കി വരുന്ന 27% പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലാൻഡ് യൂട്ടിലൈസേഷൻ ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 5 വിധത്തിലാണ് നമുക്ക് ലാൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പറയാം. ഒന്നാമത്തത് കുറേ ലാൻഡ് ഇങ്ങനെ കാട് പിടിച്ച് ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ലാൻഡ് പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് ലാൻഡ് നോട്ട് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ അല്ല, നമ്മൾ കൃഷിക്കൊന്നും അല്ലാതെ ഉപയോഗിക്കുന്ന ലാൻഡ് ഉണ്ട്. അത് 2 ടൈപ്പായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് വേസ്റ്റായി കിടക്കുന്ന ലാൻഡുകൾ ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചർ, വെച്ചാൽ അഗ്രികൾച്ചർ അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക ബിൽഡിംഗ് ഉണ്ടാക്കാൻ, വീട് ഉണ്ടാക്കാൻ, ഫാക്ടറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ്. പിന്നെ മൂന്നാമത്തതാണ് അതർ അൺകൾട്ടിവേറ്റഡ് ലാൻഡ്. അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഗ്രേസിങ് ലാൻഡ്. ഗ്രേസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടാവില്ലേ, കന്നുകാലികളൊക്കെ ഗ്രേസ് ചെയ്യുന്ന ലാൻഡ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങൾ വെച്ചാൽ
ക്രോപ്സുകളില്ല, അപ്പോൾ അത് വളർത്തുന്ന ലാൻഡ്. പിന്നെ മൂന്നാമത് വരുന്നത് വേസ്റ്റ് ലാൻഡാണ് വരുന്നത്, അതായത് 5 വർഷത്തോളം അവർ കൾട്ടിവേഷൻ ഒന്നും ഇല്ലാതെ വരുന്ന ലാൻഡ്, അതൊക്കെയാണ് അപ്പോൾ അതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് 4ാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഫെല്ലോ ലാൻഡ് ആണ്. അപ്പോൾ ഫെല്ലോ ലാൻഡ് എന്താണ്? ഫെല്ലോ ലാൻഡിന് നമുക്ക് 2 ടൈപ്പാക്കി ഡിവൈഡ് ചെയ്യുന്നു, കറൻറ്റ് ഫെല്ലോ എന്നും അതർ ദാൻ കറൻറ്റ് ഫെല്ലോ. അപ്പോൾ കറൻറ്റ് ഫെല്ലോയിൽ ഇപ്പോൾ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിത്തൗട്ട് കൾട്ടിവേഷൻ ഫോർ 1 or less than 1 അഗ്രികൾച്ചർ, ഒന്നിന് താഴെയോ എന്ത് ചെയ്യുന്നത് അവർ കൃഷി ചെയ്യാതിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് എന്താണ്? ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഫോർ 1 to 5 അഗ്രികൾച്ചർ, 1 മുതൽ 5 വർഷമായിട്ട് അവിടെ കൾട്ടിവേഷൻ ഇല്ല, അതാണ് രണ്ടാമത്തത് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 2 ടേംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ നെറ്റ് സോൺ ഏരിയയും ഗ്രോസ് ക്രോപ്ഡ് ഏരിയയും. എന്താണ് ഈ 2 കാര്യം നോക്കുക. ഒന്നാമത്തെ നെറ്റ് സോൺ ഏരിയ. നെറ്റ് സോൺ ഏരിയ എന്താണ്? ദ ഫിസിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ഓൺ വിച്ച് ക്രോപ്സ് ആർ സോൺ ഹാർവെസ്റ്റഡ് ഈസ് നോൺ ആസ് നെറ്റ്സ്. അതായത് എത്ര ഏരിയ നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട്, ടോട്ടലി നമ്മൾ ഏരിയ എത്ര ഇതിൽ കൃഷി നടത്താൻ നമുക്ക് എത്ര സ്ഥലം കിട്ടുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ, അതെന്താണ്? ഏരിയ സോൺ മോർ ദാൻ വൺസ് ഇൻ അഗ്രികൾച്ചർ. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ചിലപ്പോൾ 2 or 3 പ്രാവശ്യമൊക്കെ അവിടെ ചിലപ്പോൾ കൃഷി നടത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്തിനാണ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് ലാൻഡ് യൂട്ടിലൈസേഷൻ, 5 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ ലാൻഡ് യൂസേജ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഹ്യൂമൻ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് ടൈപ്പോഗ്രഫി, ക്ലൈമറ്റ്, സോയിൽ ടൈപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഫാക്ടേഴ്സിൽ വരാം. ഹ്യൂമൻ ഫാക്ടേഴ്സിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി, ടെക്നോളജിക്കൽ കാപ്പബിലിറ്റി ആൻഡ് കൾച്ചർ, ട്രഡീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ എന്തിൽ വരുന്നത്? ഹ്യൂമൻ ഫാക്ടേഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ 2 ഗ്രാഫ് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് നോക്കുക എത്രത്തോളം ഏരിയ ആയിരിക്കും, എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സോയിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സോയിലിലെ പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പ് ലെവൽ സോയിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്ന സബ്സോയിൽ ഉണ്ട്, അതായത് സാൻഡും ക്ലേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോയിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ സബ്സ്ട്രാറ്റം സോയിൽ ഉണ്ട്, പാരന്റ് റോക്ക് മെറ്റീരിയൽ. അതിൻ്റെ അടിയിൽ പിന്നെ അൺവതേർഡ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ലെയറൊക്കെ നമുക്ക് ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് സോയിൽ ഫോർമേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് സോയിൽ ഫോർമേഷൻ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ആക്ഷൻ ഓഫ് റണ്ണിങ് വാട്ടർ, വിൻഡ് ആൻഡ് ഗ്ലേസിയേഴ്സ്, ആക്ടിവിറ്റീസ് ഓഫ് ഡികമ്പോസേഴ്സ്, പിന്നെ ഇതുപോലെ തന്നെ കെമിക്കലും ഓർഗാനിക് ചേഞ്ചസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സോയിൽ ഫോർമേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. അപ്പോൾ നമ്മൾ 5 ടൈപ്പായിട്ട് സോയിലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ അലൂവിയൽ സോയിൽ, രണ്ടാമത്തെ ബ്ലാക്ക് സോയിൽ, മൂന്നാമത്തെ റെഡ് ആൻഡ് യെല്ലോ സോയിൽ, നാലാമത്തെ ലാറ്ററൈറ്റ് സോയിൽ, അഞ്ചാമത്തെ ആരിഡ് സോയിൽ, ആറാമത്തേത് ഫോറസ്റ്റ് സോയിൽ. ഫസ്റ്റ് അലൂവിയൽ സോയിൽ. അപ്പോൾ അലൂവിയൽ സോയിലിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സോയിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ നോർത്തേൺ പ്ലെയിൻസിലാണ് കാണുന്നത്. കാരണം അവിടെ നമ്മൾ 3 റിവേഴ്സ് എന്തൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 റിവേഴ്സും ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അവർ 3 റിവേഴ്സും കൊണ്ടുവന്ന് ഈ അലൂവിയൽ സോയിലിനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നോർത്തേൺ പ്ലേസിൽ കാണാൻ പറ്റുന്നത് അലൂവിയൽ സോയിൽസ് ആണ്. പിന്നെ അലൂവിയൽ സോയിൽസിന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രൊപ്പോർഷൻ, പല സൈസിലുള്ള അലൂവിയൽ സോയിൽ എന്നിട്ട് സാൻഡ് ഉണ്ടായിരിക്കാം, സിൽറ്റ്, ക്ലേ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിൽ തന്നെ അലൂവിയൽ സോയിൽസിൽ കുറച്ച് വലിപ്പമുള്ള ബിഗ് ആയിട്ടുള്ള കോഴ്സ്, കുറച്ച് ഹാർഷ് ടൈപ്പുള്ള സോയിൽസ് ആണ് ദുവാസ്, ചോസ്, തെരായ് എന്ന് പറയുന്ന പ്ലെയിൻസിൽ കാണാൻ പറ്റുന്നത്. അലൂവിയൽ സോയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഫെർട്ടൈലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയുണ്ട്? പൊട്ടാഷ്, ഫോസ്ഫോറിക് ആസിഡ്, ലൈമ് പോലത്തെ കുറേ മിനറൽസ് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വീറ്റ്, ഷുഗർ കെയിൻ, പാഡി പോലത്തെ കുറേ ധാന്യങ്ങളൊക്കെ അവിടെ വളർത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ സോയിലുള്ള അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുമെന്ന് പറയില്ല, ഭയങ്കര ഡെൻസ്ലി പോപ്പുലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും, ഫുഡ് കിട്ടും, നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് സോയിൽ, ദാറ്റ് ഈസ് ബ്ലാക്ക് സോയിലിലേക്കാണ് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് സോയിലിന് പേര് വരാൻ കാരണം അവർക്ക് ബ്ലാക്ക് ഇൻ കളറാണ്, അതുകൊണ്ട് തന്നെ അവരെ റിഗർ സോയിൽസ് എന്ന് വിളിക്കുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ കോട്ടൺ ആണ് വളർത്താൻ പറ്റുന്നത്, അതുകൊണ്ട് അവരെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വിളിക്കും. പിന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ, അതുപോലെ തന്നെ പാരന്റ് റോക്ക് മെറ്റീരിയലിൻ്റെ കളർ, അതുകൊണ്ടാണ് ഇവർ ബ്ലാക്ക് കളർ വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർ കാണാൻ പറ്റുന്നത് ഡെക്കാൻ പ്ലാറ്റോ, നോർത്ത് വെസ്റ്റ് ഡെക്കാൻ പ്ലാറ്റോൻ്റെ ഭാഗത്താണ് ഇവർ ഈ ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് സോയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ക്ലേ ആണ്. അപ്പോൾ ക്ലേ മെറ്റീരിയലാണ് ഇവർക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവർക്ക് കൂടുതലായിട്ടും നനവിനെ, മോയ്സ്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവരിൽ കൂടുതൽ കാണാൻ പറ്റുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം, പൊട്ടാഷ്, ലൈം, ഇതൊക്കെയാണ്
കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇവർക്ക് ഫോസ്ഫോറിക് കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ വരുന്നത്. അപ്പോൾ റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് ഇഗ്നിയസ് റോക്സുമിൽ നിന്നാണ് നമുക്ക് റെഡ് സോയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മഴ കുറവുള്ള ലോ റെയിൻഫോൾ ഉള്ള ഏരിയയിലായിരിക്കും ഇത് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ മെയിൻ കാണുന്ന ഏരിയ പറഞ്ഞിട്ടുണ്ട് ഒഡീഷ, ഛത്തീസ്ഗഡ്, സദേൺ പാർട്ട് ഓഫ് മിഡിൽ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് കൂടുതലിത് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇത് റെഡ് കളറിന് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർഫിക് റോക്സ് അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ റോക്സും ഒക്കെ എന്ത് ചെയ്യാണ് അയേൺസിൻ്റെ അംശം, ഇരുമ്പിൻ്റെ അംശം കൂടുമ്പോഴാണ് ഇവർക്ക് ഈ കളർ വരാൻ കാരണം. അത് യെല്ലോ വരുന്നത് ഹൈഡ്രേറ്റഡ് ഫോമിലാവുമ്പോഴാണ് അവർക്ക് യെല്ലോ കളർ വരുന്നത്. ഇനി നെക്സ്റ്റ് സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ പറയുമ്പോൾ. അപ്പോൾ ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ലേറ്റർ എന്ന് പറയുന്നതിൽ നിന്നാണ് വന്നത്. മീനിങ് ബ്രിക്കാണ്. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ലാറ്ററൈറ്റ് സോയിൽ ഡെവലപ്പ് ആവുന്നത്. പിന്നെ ഇത് എന്താണ് മഴ മൂലം ഈ സോയിൽ ലീച്ച് ചെയ്യും. അപ്പോഴാണ് നമ്മൾക്ക് ഈ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാവുന്നത്. പിന്നെ അടിയിലേക്ക് പോകുന്തോറും അസിഡിസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൽ ന്യൂട്രിയൻസ് ഒന്നും പ്രത്യേകിച്ച് കാണില്ല. ഈ സോയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന സദേൺ സ്റ്റേറ്റ്, വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് മഹാരാഷ്ട്ര, ഒഡീഷ ആൻഡ് സം പാർട്ട് ഓഫ് വെസ്റ്റേൺ ബംഗാൾ ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. കർണാടക, കേരള, തമിഴ്നാടു ഇവിടെയൊക്കെ എന്താണ് ഈ ലാറ്ററൈറ്റ് സോയിലാണ് ചായ, അതായത് ടീ, കോഫീനൊക്കെ ക്രോപ്സ് അവിടെ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേയിലത്തോട്ടം സാധനങ്ങളൊക്കെ കാണില്ല. അപ്പോൾ അത് വളരുന്നത് എന്താണ് ലാറ്ററൈറ്റ് സോയിലാണ്. പിന്നെ അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ലാറ്ററൈറ്റ് സോയിൽ ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലൊക്കെ നമുക്ക് കാഷ്യൂനട്ടിനെ വളർത്താൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സോയിലാണ് അരിഡ് സോയിൽ പറയുമ്പോൾ. അപ്പോൾ അരിഡ് എന്ന് പറയുന്നത് റെഡ് മുതൽ ബ്രൗൺ ഇൻ കളറാണ്. പിന്നെ അവർക്ക് ഏകദേശം സാൻഡി ഇൻ ടെക്സ്ചറാണ്. പിന്നെ ഉപ്പായിരിക്കും, സെലൈൻ നേച്ചർ ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ എന്തായിരിക്കും ഉപ്പിൻ്റെ അംശം ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവാപ്പറേഷൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ട് ഇവാപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഉപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഹ്യൂമസ്, മോയ്സ്ചർ അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസും അങ്ങനെ അത്ര വലിയ രീതിയിലൊന്നും കാണില്ല. പിന്നെ ലോവർ ഹൊറിസൺ, ഈ സോയിലിൻ്റെ ലോവർ ഹൊറിസണിൽ അവിടെ എന്ത് കാണാൻ പറ്റും, കാങ്കറിൻ്റെ ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. പിന്നെ അടിയിലേക്ക് പോകുന്തോറും കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സോയിലാണ് ഫോറസ്റ്റ് സോയിൽ. ഫോറസ്റ്റ് സോയിൽ മെയിനായിട്ട് കാണുന്നത് മൗണ്ടെയിൻ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലാണ് നമുക്ക് ഫോറസ്റ്റ് സോയിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ ടെക്സ്റ്റേഴ്സ് പലയിടത്തും അവരുടെ എൻവയോൺമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട് വാലി സൈഡ്സിൽ എന്തായിരിക്കും ലോമി ആൻഡ് സിൽട്ടി സോയിലായിരിക്കും. പക്ഷേ അത് അപ്പർ സ്ലോപ്പിലേക്ക് പോകുമ്പോൾ അത് കോഴ്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് സോയിലായിട്ട് മാറുന്നു. ഈ വാലിയുടെ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന സോയിൽ എന്തായിരിക്കും, അത് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരിക്കും അവിടെ കാണുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് സോയിൽ ഇറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ എന്താണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ദ ഡെന്യൂഡേഷൻ ഓഫ് സോയിൽ കവർ ആൻഡ് സബ്സിക്വൻറ്റ് വാഷിംഗ് ഡൗൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സോയിൽ ഇറോഷൻ. അതായത് മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നു. ഇപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസോ കൊണ്ട് മണ്ണ് ഒലിച്ചു പോകുന്നതിനാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗല്ലീസ് എന്ന് പറയുന്നത്. എന്താണ് ഗല്ലീസ് എന്ന് പറയുന്നത്? ദ റണ്ണിങ് വാട്ടർ കട്ട്സ് ത്രൂ എ ക്ലേ സോയിൽസ് ആൻഡ് മേക്ക് ഡീപ്പ് ചാനൽസ്. അതായത് ഈ വെള്ളം ഒഴുകുന്നത് മൂലം മണ്ണ് എന്ത് ചെയ്യുക, കുഴിഞ്ഞ് അടിയിലേക്ക് പോവുക. അപ്പോൾ ഒരു ചാനൽ പോലെ ആവുന്നതിനാണ് ഗല്ലീസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ വരുന്നത്. നെക്സ്റ്റ് ആണ് ബാഡ് ലാൻഡ്. അതായത് നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാഡ് ലാൻഡ് എന്ന് പറയുന്നത്. ഇൻ ചാമ്പൽ ബേസിനിൽ ഇങ്ങനത്തെ ലാൻഡിനെ നമ്മൾ എന്ത് പറയുന്നു, റവൈൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്നാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെള്ളം ഇങ്ങനെ ഈ വാലീസിൽ എന്താണ് ഷീറ്റ് പോലെ വന്നിട്ട് അത് ടോപ്പിലുള്ള സോയിലിനെ മണ്ണിനെ ഫുള്ള് ഒലിച്ച് കളയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് ആണ് കൗണ്ടർ ക്ലഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിയ കുന്നിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ലൈനായിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കൃഷിയൊക്കെ ചെയ്യുന്നത് ലൈനായിട്ടായിരിക്കും, ഒരു കോണ്ടർ ലൈൻസിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം എന്ത് ചെയ്യില്ല, ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്പീഡ് ഇങ്ങനെ അടിയിലേക്ക് വരുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ടൈപ്പ് പ്ലഫിങ്ങിനെയാണ് നമ്മൾ കൗണ്ടർ പ്ലഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ലൈനിൽ ഇടയിൽ ചില ഗ്രാസിനെ വളർത്തും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രോപ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈനായിട്ട് എന്ത് വളർത്തുന്നത്, ഗ്രാസിനെ വളർത്തുന്നത്. അതിനാണ് നമ്മൾ സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാസ് വളർത്തിയില്ല അതുപോലെ തന്നെ നമ്മൾ മരങ്ങൾ വളർത്തുന്നു. കാരണം ഈ മരം എന്ത് ചെയ്യുന്നു, കുറേ ജീവജാലങ്ങൾക്ക് ഷെൽട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.